ലിറ്റിൽ ഹാർട്സ് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെയാണ് പടത്തിന് പോയത്. സത്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഈ സിനിമേൻ്റെ ചെറിയ രീതിയിൽ സ്നീക്ക് പീക്ക് ക്ലിപ്സ് കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമേനെ കൊണ്ട് അറിഞ്ഞത്. ഒരു ഒരു ഇൻട്രസ്റ്റ് തന്നെ തോന്നി. ഇത് സിനിമ സത്യം പറയുകയാണെങ്കിൽ 2 മണിക്കൂറൊക്കെ വരുന്നു, 2 മണിക്കൂർ 14 മിനിറ്റ്സ് ഒക്കെ കണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് സത്യം പറയുകയാണെങ്കിൽ ഡിസപ്പോയിൻമെൻ്റ് ആണ് എനിക്ക് പേഴ്സണലി. ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരൊരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണൊക്കെ പറഞ്ഞ് ഒരു നമുക്ക് തന്നെ ഒരു എൻഗേജിങ് ഫ്ലോ കിട്ടുന്നില്ല ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി. പിന്നെ ചെറിയ രീതിയിൽ ഹ്യൂമർ സെൻസ് ട്രൈ ചെയ്തു, പക്ഷെ ഫസ്റ്റ് ഹാഫിലൊന്നും അത്രയ്ക്ക് സിങ്ക് ആയില്ല. പിന്നെ കുറച്ച് ലവ് ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലേക്ക്. സെക്കൻഡ് ഹാഫിലോട്ട് വരികയാണെങ്കിൽ സെക്കൻഡ് ഹാഫാണ് എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടത്. കൂടുതൽ സോങ്സും പിന്നെ കുറച്ച് ലവ് ട്രാക്കൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ RDXലെ ആ ഒരു മഹിമ നമ്പ്യാർ, അതുപോലെ തന്നെ നമ്മുടെ ഷെയ്ൻ നിഗത്തിൻ്റെ ആ ഒരു കെമിസ്ട്രി തന്നെയാണ് ശരിക്കും വർക്കൗട്ട് ആയിരിക്കുന്നത് ഈ സിനിമയിൽ. ഒരു RDX ഫീൽ ആയിരുന്നു തന്നത് അവർ രണ്ടുപേരുള്ള ആ ഒരു സീൻസൊക്കെ സിനിമയിൽ കാണിക്കുന്ന ലവ് സോങ്സൊക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ ബാബുരാജ്, അങ്ങേര് കിടിലനായിട്ട് പെർഫോമൻസ് കാഴ്ചിട്ടുണ്ട് സിനിമേൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ. അങ്ങനെ അത്രയ്ക്ക് ഡെഡിക്കേഷൻ ലെവൽ സീന്, ഈ ഓരോ സ്ഥലത്തും നല്ല തഗ് കോമഡി ഹ്യൂമർ സെൻസ് ഒക്കെ വർക്കൗട്ട് ആവുന്നത് നമ്മുടെ ഷെയ്ൻ നിഗം ബാബുരാജൊക്കെ. അവർ രണ്ടുപേരെയാണ് സിനിമ തന്നെ ഇത്രയും നല്ലൊരു റെസ്പോൺസ് പോസിറ്റീവ് എന്നാക്കിയത്. കാരണം നല്ല രീതിയിൽ അവർ എല്ലായിടത്തും കോമഡി ഹ്യൂമർ സെൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അവരുടെ എല്ലാ സീൻസും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു അപ്പൻ മോൻ സ്നേഹമാണ് സിനിമയിൽ ഇവരുടെ രീതിയിൽ ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഷെയ്ൻ ടോം ചാക്കോ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് വിചാരിച്ചത്, പക്ഷേ ആളിതിലൊരു പാവമാണ്. പിന്നെ പുതിയൊരു സ്പെഷ്യൽ കണ്ടൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും സ്റ്റോറി വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സിനിമ എന്ന് പേര് പറയാൻ പറ്റിയ ഒരു സിനിമ. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യാനാണ് നമ്മൾ സിനിമകൾ കാണുന്നത്. കോമഡി ഉണ്ട്, ലവ് ഉണ്ട്, പിന്നെ നല്ലൊരു എൻഗേജിങ് ഫാക്ടർ ഉണ്ട്, പല സിനിമകളിലില്ലാത്ത ആ ഒരു ഫാക്ടർ ഉണ്ട്. എല്ലാ രീതിയിലും നമുക്കൊന്ന് തിയേറ്ററിൽ പോയിട്ടൊന്ന് ചില്ലാൻ പറ്റിയൊരു കോമഡി സൂപ്പർ പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലി ആയിട്ട് ഓഡിയൻസിന് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. എന്തായാലും പോയി കാണുക. പല മീംസ് ഉൾപ്പെടുത്തിയിട്ട് സിനിമ കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു തിയേറ്ററുകളിൽ. സിനിമ തിയേറ്ററിൽ ഓടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയാണ്. കാണാൻ പറ്റുന്നവർ കണ്ടു നോക്കുക. കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സിൽ